അങ്ങനെ കിറ്റൊക്കെ ആയിട്ട് നമ്മൾ നടന്നു പോകുന്നുണ്ട് ഗൈസ്. ഓക്കെ, എവിടേക്കാണ് ഈ പോക്ക്? ഇങ്ങനെ നടന്നു പോകുമ്പോൾ പണ്ടത്തെ പല ഓർമ്മകളും വരികയാണ് അല്ലേ. എത്ര കാലം, ഈ 2 കൊല്ലം. ബാക്കി അത് 2 ദിവസം കഴിഞ്ഞിട്ട് കൊടുത്താലും മതിയല്ലോ, വണ്ടിയിലുണ്ട്. ഇന്ന് എവിടെ നോമ്പ് തോറ? ഇന്ന് എവിടെ? നിങ്ങളെന്താണ് വാടക കൊടുത്തത് പറ്റുമെന്നോ? അത് പറ്റൂല. വാടക കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓലെ പെര പോലെ. അങ്ങനെ എത്തിയിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ നമ്മളെ പ്രകൃതി രമണീയമായ നമ്മളുടെ കൊച്ചുകുടിലോട്ട് എത്തിയിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ ഇന്നത്തെ നോമ്പ് തുറ നമ്മളെന്താക്കും, ഇവിടുന്ന് ഇതേമാതിരി സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്ന് പണ്ടത്തെ കുറച്ച് ഓർമ്മകൾ പുതുക്കാൻ വേണ്ടി പോവുകയാണ്. ഉമ്മ ഭയങ്കര ഹാപ്പിയാണ്. ഉമ്മക്ക് ഇവിടുന്ന് എത്തിപ്പെട്ടാൽ മതി വെച്ചിട്ട് മണ്ടിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ടാണെന്ന് പറഞ്ഞപ്പോൾ എന്താ ഉഷാറ്. നമ്മളൊരു ഇൻട്രോ പറയട്ടെ കേട്ടോ, ഒരു കുറേ കാലത്തിന് ശേഷം ഒരു ഇൻട്രോ പറയട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അപ്പോൾ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, സംഭവം ശരിയാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഒരു വേറൊരു പോസിറ്റീവ് എനർജി കിട്ടൂല്ലേ. അതെന്താണെന്നറിയും, ഇത് അതിനുള്ളൊരു ഏരിയ ആയിരുന്നു. ഓക്കെ, ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരുപാട് വീഡിയോസുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്രാവശ്യത്തെ നമ്മുടെ ഈ വീട്ടിലെ ആദ്യ നോമ്പ് തുറയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഒരുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ദോശ ആൻഡ് ഉമ്മാൻ്റെ ഒരു കോഴി മസാല. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നോമ്പ് തുറന്നിട്ടില്ല. എവിടെ? ഹോസ്പിറ്റലല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇവിടെ നോമ്പ് തുറന്നിട്ടില്ല മക്കളെ, നമ്മൾ മെഡിക്കൽ കോളേജിലായിരുന്നു. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് അതൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് പോയി. ഒരുപാട് സംഭവങ്ങൾ നടന്നു. അതിന് ശേഷം എന്താ, പുതിയൊരാൾ വന്നു, പഴയ ആൾ പോയി, വേറൊരാൾ കല്യാണം കഴിഞ്ഞ് പോയി, പുതിയൊരു വീട് വെച്ചു. എല്ലാം കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ വർഷത്തിൽ നമ്മുടെ ലൈഫിൽ നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ എന്താണ് നമ്മുടെ ആദ്യ നോമ്പ് തുറ ഇപ്പം ചെയ്യാൻ വേണ്ടി പോവുകയാണ് അല്ലേ. ഇക്കൊല്ലത്തെ അടുത്ത കൊല്ലം നമ്മൾ വീണ്ടും ആദ്യം നോമ്പ് തുറക്കും. ഓക്കെ, അപ്പം നോക്കാം എന്താ ഉണ്ടാക്കണേ. ഉമ്മ തുടങ്ങിയിരുന്നു കേട്ടോ, ഉമ്മ ഭയങ്കര ഹാപ്പിയാണ്. ഈ കിച്ചൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ക്യാമറ പിടിച്ച് ഇങ്ങനെ എന്നും പോകുന്നതുകൊണ്ട് ആ ഒരു ഇത് ഓർമ്മ വന്നു ഗൈസ്. നമ്മളെ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ. നമ്മളിപ്പോൾ പണ്ടൊക്കെ നമ്മൾ സ്കൂൾ പഠിച്ചതാണെന്നുണ്ടെങ്കിലും ആ പോയ വഴികളൊക്കെ നമുക്ക് ഭയങ്കര ഓർമ്മയാവും. അതുപോലെ ഇതാ ചട്ടിയുടെ അല്ലാ, ഉമ്മാടെ പ്രായമുള്ള ചീനച്ചട്ടി ഇതായിരിക്കും. കേശവൻ നായരുടെ പ്രായമുള്ള ചീനച്ചട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. അവാർഡ് കൊടുക്കും. അതിന്റെ ആകൃതി ചീനച്ചട്ടി എന്നൊന്നും പറയൂലെങ്കിലും ഒരുപാട് വയറ് ഇതിൽ ഈ ഒരു ചട്ടി നിറച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇതിന്റെ ആകൃതി നിങ്ങൾ നോക്കണ്ട. അതായത് ഈ ഒരു ചട്ടിയില് പണ്ട് എന്ത് ചെയ്യും, നമ്മളെ ചോറും ചോറ് ഈ ഇത് മീൻചട്ടി ഉണ്ടാവില്ലേ, ഇതിലാണ്ട് ചോറിട്ട് കുഴച്ചിട്ട് ഒരു 3-4 ആൾക്കാർ തിന്ന ചട്ടിയാണ്. അപ്പോൾ ഇതിനൊന്നും ഒരിക്കലും ഇതിന്റെ ഒരുപാട് വിമർശനങ്ങൾ കേട്ട കട്ടിങ് ബോർഡ് ഒക്കെ കഴിക്കട്ടെ. നമ്മൾ അവിടുന്ന് ഒന്നും കൊടുത്തിട്ടില്ല. അവിടുന്ന് കൊടുത്തേ അതാ, അതിൽ കുറച്ച് വൃത്തിയുള്ളതിൽ കട്ട് ചെയ്തുകൂടെ എന്ന് പറയലുണ്ട്, നല്ലത് വാങ്ങിക്കൂടെ എന്ന് പറയലുണ്ട്. അപ്പൊ നല്ലതിലല്ല, അതിലെന്നെ നമ്മള് തിന്നു. എന്താ പറയാ നോക്കട്ടെ. അല്ല ഞാന് നിങ്ങൾ നോക്കട്ടെ. അതേമാതിരി എല്ലാ സാധനവും പിന്നെ പഠിക്കാൻ പോണ്ട പറ്റില്ല. വില ഒരു വില നോക്കും. നാട്ടിൽ നടപ്പായി. അതേമാതിരി മുറിച്ചിട്ടത് അതേമാതിരി ഒന്നും പാട്ട് കാര്യമില്ല. ഓക്കെ ഗായ്സ്, അങ്ങനെ തമ്മിൽ തല്ലിയത് റമദാൻ മാസമാണ്. ഒരാളുടെ കുറ്റവും കുറവും പറയാതെ നമ്മൾ നല്ല രീതിക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നല്ലൊരു കല്യാണം ഞാൻ നമുക്ക് കഴിപ്പിച്ചു തരും. ഓക്കെ, എന്നെ കഴിപ്പിച്ച് വിടണം എനിക്ക് കല്യാണം കേട്ടോ. കേട്ടോ, അറിയൂ? ഓക്കെ, എന്തോ ഓക്കെ.
അപ്പൊ എന്തായാലും നമുക്ക് പണികൾ തുടങ്ങാം. ആദ്യം എന്താ കാട്ടുന്നത്? അല്ല, കുക്കിങ്ങിന് നമ്മൾ പ്രത്യേകിച്ച് പറയണമൊന്നുമില്ല, കാരണം എന്നും ഉണ്ടാക്കുന്ന ദോശ ഇതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ കുക്കിംഗ് ആയിട്ടൊരു വീഡിയോ ഓൺലൈനിൽ ഇടുന്നുണ്ട്, അതെന്തായാലും കാണാം. അപ്പൊ ഞാൻ 2 ടൈപ്പിൽ ഞാൻ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അതായത് ഒന്ന് ജസ്റ്റ് പീസ് നീളത്തിൽ ഞാൻ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. അത് നമുക്കൊരു വേറൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ നമ്മൾ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു കുറച്ച് നോമ്പ് തുറ വിശേഷങ്ങൾ മാത്രം ഉണ്ടാക്കിയിരിക്കണേ. എന്നിട്ട് ആ പത്തിരി എവിടെ? കുട്ടി പണിയെടുക്കാൻ അയക്കണില്ലാതെ ഉമ്മ ആദ്യം കുട്ടീനെ ആട്ടാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പെരുടെ ഹാളിൽ നിന്ന് ആട്ടുണ്ട് കേട്ടോ. ആ സാരിയിലാണ് ഇപ്പൊ സുട്ട ഉറങ്ങണേ. മുളകോ ആകാശം വിരണ്ടു അല്ലേ? ഇന്നിപ്പോ നമ്മൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ അതോ ആളുകളുടെ പ്രാർത്ഥന കൊണ്ടാണോ മഴ പെയ്യുന്നതെന്നൊന്നും അറിയാൻ പറ്റൂല. എന്തായാലും മഴക്കാറുണ്ട്, ചെറിയൊരു ചാറ്റലൊക്കെ ഉണ്ട്. അപ്പോൾ അതാ സിനു ഉള്ളിലിരുന്നെന്തോ പണിയിലുണ്ട്. ഉമ്മ അതാ അവിടെ മല്ലിച്ചപ്പ് അരിയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ചിക്കൻ വേവുന്നുണ്ട്, പിന്നെ ചിക്കൻ പൊരിച്ച് വെക്കുന്നുണ്ട്. നമ്മൾ എന്താ ഉണ്ടാക്കണേ? ദോശ. ഞാൻ മത്തക്ക അടിയാണോ? ഓക്കെ. ഗൈസ്, ഈ വീട്ടിലെ അടുപ്പ് പോകുന്നില്ല എന്നുള്ള പരാതി വേണ്ടതാ. ഈ വീട്ടിലെ അടുപ്പ് അവിടെ പോകുന്നു. പുകയണോ? അതിനാണല്ലോ ഗ്യാസ് ഇവിടെ എന്നെ കൊണ്ട് പറഞ്ഞു വെപ്പിച്ചതുണ്ടോ. ഒക്കെ മുഞ്ഞു കൂട്ടിയിട്ട് ചെയ്യുള്ളൂന്ന്. ഓ, മുഞ്ഞു കൂട്ടിയിട്ട് ചെയ്യേ. എന്തെന്തായി ഇവിടുത്തെ പണികൾ? എന്തൊക്കെയായി? ഇനി എന്തൊക്കെയുള്ളത്? എല്ലാം ഞാൻ എടുക്കാൻ പറഞ്ഞു. നോമ്പ് തുറക്കുമ്പോ മെയിൻ ആയിട്ട് വേണ്ട സാധനം എന്താ? ഈത്തപ്പഴം. അത് എടുക്കാൻ പറഞ്ഞു അവിടുന്ന്. എന്തായാലും മക്കളെ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇന്നത്തെ നോമ്പ് തുറക്ക് എന്താണ് സ്പെഷ്യല് എന്നുള്ളത് പറയണം കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്ന് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഇല്ലെങ്കിലും നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇവിടുത്തെ ഒരു നോമ്പ് തുറയാണ് നമ്മുടെ സ്പെഷ്യൽ. അല്ലാതെ നമ്മൾ സ്പെഷ്യൽ ആക്കിയിട്ട് കഴിഞ്ഞ കൊല്ലം ഞാൻ പറഞ്ഞല്ലോ, മെഡിക്കൽ കോളേജിൽ എത്ര വട്ടം നമ്മൾ പറഞ്ഞതാണ് ഓർമ്മയാണ് ഗൈസ്. അതൊന്നും പറഞ്ഞാലൊന്നും തീരാത്ത സംഭവങ്ങളാണ്, അത് അനുഭവിച്ചാലേ അറിയുള്ളൂ. അപ്പോ ആ ഒരു കൊല്ലം ഈ ഒരു കൊല്ലം ഒന്നും ഇവിടെ ഈ ഒരു പെരയില് ഇറച്ചിയില്ല പറഞ്ഞ വേണ്ട. ഇറച്ചിയോട് ഭയങ്കര കമ്പായിരുന്നു. അത് ഏത് ഇറച്ചി കോഴി പറ്റൂല, ബീഫ്. ഓക്കെ, ഇപ്പൊ ഇറച്ചി ഇഷ്ടം പോലെ ഉണ്ട്, ആളില്ല അല്ലേ? ഇപ്പൊ ഇറച്ചി ഇഷ്ടം പോലെ അടുപ്പത്തുണ്ട്, ആളില്ല. ഇതൊക്കെയാണ് ഓരോരുത്തരുടെ അവസ്ഥകൾ, ഇതൊക്കെയാണ് അല്ലേ? എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ലാണ്. ഇനി നിങ്ങളോട് ഞാൻ പറഞ്ഞ അപ്പോൾ ഈത്തപ്പഴവും കാരക്കൊക്കെ എടുത്തോളിന്ന്. ഒരു നോമ്പ് തുറക്ക് വന്നിട്ട് മെയിൻ സാധനം വെള്ളിയാഴ്ച ദീനുൽ ഇസ്ലാമിൽ പുറത്താന്നല്ല ബീഫ് വാങ്ങിയില്ല കാര്യം മാറിയ ഒരു കാരക്ക കൊണ്ട് പണ്ടൊന്നും ഞങ്ങൾക്ക് കാരക്കുണ്ടായിരുന്നു, ഞങ്ങൾ പച്ചവെള്ളം കൊണ്ട് തോന്നി പറയുന്നത്. ഇപ്പോഴല്ലേ ഈ കാരക്ക് ഈത്തപ്പഴോ? എന്റെ കുട്ടിയിലൊന്നും ഞാൻ ഓർമ്മല്ല ഈത്തപ്പഴം കിട്ടിയത്. ഇപ്പൊ മേലെ ആൾക്കാരോട് ഈത്തപ്പഴം കാരക്ക വാങ്ങും. മാത്രമേ കൊടുക്കുള്ളൂ. കാറ്റ് പറഞ്ഞ ഇതാണ് മക്കളെ കാറ്റ്. സീറ്റടക്കം പാറി പോകുന്നൊക്കെ തോന്നുന്നു. അങ്ങനെ മക്കളെ, എന്റെ സുട്ടി എണീറ്റ് വന്നിട്ടുണ്ട് അല്ലേ? എണീറ്റ് വന്നോ? ഇജ്ജ് എപ്പോഴാ എണീറ്റേ? അപ്പഴാ വന്നേ? കൗത്ത് കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ തലേമ മറ്റേ മോർച്ചറിയില് ആളെ കടത്തണ മാതിരി. നിങ്ങൾക്കൊരു സലഫി മക്കനെ വാങ്ങി തരാം. ഓക്കെ, എന്തെങ്കിലും പറഞ്ഞേ? ആളുമ്പോ തൽക്കാലം 2 ഉണ്ടാക്കി വേസ്റ്റ് ആക്കണ്ട. ബാക്കി ഞാൻ അവിടുന്ന് പലിച്ചക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. സംഭവം നല്ലൊരു പരിപാടിയാട്ടോ ഈ കടയിൽ നിന്ന് ഇങ്ങനെ ലൂസ് മാവൊക്കെ കിട്ടുന്നത്. നിങ്ങളുടെ കജ്ജിട്ട് അളുമ്പ്, നിങ്ങൾ പിന്നെ കാലിട്ട് അളുമ്പല്, എല്ലാരും കജ്ജിട്ടിട്ട് തന്നെ അളുമ്പല്. അതൊക്കെ മിഷേനിലാണ് ഉണ്ടാക്കണ, അറിയോ? അങ്ങനെ തന്നെ ഉണ്ടാക്കാം.
ഒക്കെ ഉമ്മയുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ട് കടായി ചിക്കൻ അപ്പൊ കടായിനോന്നുള്ള നമ്മള് നോമ്പ് ഇറക്കുമ്പോൾ അറിയുള്ളൂ. ഇപ്പൊ കടായി നമ്മ പറയുന്നുണ്ട്. പെട്ടെന്ന് അങ്ങനെ എത്തിയില്ലേ? ഓ ഞങ്ങള് നടക്കൽ തുടങ്ങിയ രണ്ടാൾ ഇവിടെ വന്നിരുന്നോളി കേട്ടോ. അപ്പൊ വലുതാഴ്ച തുണിയാവും. അപ്പൊ ഞാൻ എന്റെ കുട്ടി കൊണ്ട് ഇങ്ങനെ കുത്തിരുന്നിട്ട് നിൽക്കുന്നത് ഇവിടെ. അങ്ങനെ ഗൈസ് നമ്മുടെ സമയം അടുക്കാറായിട്ടുണ്ട്. ഇത് അത് തെറ്റാ കോരണോ? എന്നാ ഇർട്ടാവണേ കോരിക്കോളി. തണുത്ത വെള്ളത്തിന് ഫ്രിഡ്ജല്ലേ? തണ്ണിമത്ത കട്ട് ചെയ്യണോ തണ്ണിമത്ത ജ്യൂസ് വേണോ? കട്ട് ചെയ്താൽ മതിയോ? നമ്മള് സർവത്ത് കൊടുന്നോ അങ്ങോട്ട് കൊടുന്നോ? എന്നാ സർവത്ത് കലക്കാം. ഓക്കെ, അപ്പം എന്തായാലും ഗൈസ് നമ്മുടെ ലളിതമായ നോമ്പ് തുറ ഒന്നുമില്ല. ഇവിടെ തണ്ണിമത്ത ഇവിടെ കട്ട് ചെയ്തിക്കണേ. ഉമ്മ അതുപോലെ ചിക്കൻ ഇവിടെ റെഡിയാക്കി വെച്ചിക്കണേ. മാവ് ഇതാ ഇവിടെ വെച്ചിക്കണേ. ഇനി ഉണ്ടാക്കുവാനുള്ളൂ. സീനു ഇതാ ഇവിടെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നേ. മഴ പെയ്ത് മക്കളെ നമ്മളെ കാത്ത് നിൽക്കണം. ഈ വരേക്ക് എത്താൻ വേണ്ടിയിട്ട് കാത്ത് നിൽക്കണമെന്നുണ്ടോ? മഴ പെയ്യുന്നൊക്കെ നമുക്ക് നോക്കിക്കോളി. മഴ പെയ്യുന്നുണ്ടോ? അങ്ങനെ നമ്മളെ മഴയത്ത് നല്ല ചൂട് മൊരിഞ്ഞ ദോശ ഈ നേരത്തെ അങ്ങോട്ട് അടി ഒന്നും കൂടി കരിഞ്ഞോട്ടെ കേട്ടോ. ആ പണ്ട് ഉണ്ടാക്കണ മാരത്തെ ദോശ ഇപ്പൊ കിട്ടണം. ഓക്കെ, അതേമാരത്തെ ദോശ ഇങ്ങനെ എത്ര എത്ര വീഡിയോകൾ ഇറങ്ങിയ വീടാണ് മക്കളെ. ഇത് ഇഡ്ലി മാവാണോ ദോശ മാവാണോ? അല്ലേ? ഇത് നോക്ക്, ഇത് പോക്കട്ടോ. ഇത് കാറ്റുള്ളൂ. നമ്മള് അന്ന് നിങ്ങള് വെള്ളം അമ്മയൊക്കെ വന്നിട്ട് വാങ്ങിയില്ലേ, അത് നല്ലതാണ്. ഇത് ഞാൻ നമുക്ക് 4 ആൾക്ക് 2 മാവ് എടുത്തപ്പോണ്ടേ കുറച്ച് മാവ് കിട്ടപ്പോ തോനെ ചുരുങ്ങിക്കുക. അത് മതി, കുറച്ച് മതി. എന്തായാലും ഈ വീഡിയോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ പഴയ വീഡിയോസിന്റെ വൈബ് കിട്ടിയോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. നമ്മള് മെയിനായി അങ്ങനെ വൈബ് എന്ന് മീൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ വീടും ഓരോ ഇതും ഓരോ മാതിരിയാണെന്ന് പറയില്ല. ഈ വീട്ടിലെത്തുമ്പോൾ വേറൊരു പോസിറ്റീവ് എനർജിയാണ്. അതങ്ങനെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമുക്ക് തഴക്കം ചെന്നതാണ്. ഒരു വീഡിയോ ആണെങ്കിൽ എന്താണെങ്കിലും ഇതിന്റെ മുക്കും മൂല എല്ലാം നമുക്ക് തഴക്കമായതാണ്. എല്ലാം നമ്മള് അതായത് എല്ലാം നമുക്ക് ഭയങ്കര ഫ്രീഡം കിട്ടുന്ന മാതിരിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി അവിടെ അതുപോലെയൊക്കെ നമ്മൾ റിക്കവറായി ഓരോ കാര്യങ്ങളായിട്ട് വരും. എന്തായാലും പുതിയ വീടും പഴയ വീടും ഇപ്പൊ നമുക്ക് 2 വീടാണ്. വീടില്ലാത്ത ഇതാ അത്രേ ഉള്ളൂ. മനുഷ്യന്മാരുടെ വീടില്ലാത്ത ആളുകൾക്ക് ജീവിതം അവസാനിപ്പിക്കാൻ പോയ ആളുകൾക്ക് ഇപ്പൊ 2 വീടാണ് മക്കൾ. അതുകൊണ്ട് നിങ്ങളൊന്നും ഒരാളും ടെൻഷൻ അടിക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവർ ഏതെങ്കിലുമൊക്കെ യൂട്യൂബ് ആണെന്ന് എന്ത് ഇതാന്ന് പറഞ്ഞു വന്നാലും നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു രീതിക്ക് രക്ഷപ്പെടാനുള്ള ഒരു സമയം വന്നാൽ എല്ലാവരും രക്ഷപ്പെടും. അതിന് കുറച്ച് ക്ഷമയും വേണം, കുറച്ച് കാര്യം. ഞങ്ങളൊക്കെ രക്ഷപ്പെടും ഇൻഷാ അല്ലാഹ്. ആരും വിഷമിക്കാനൊന്നും നിൽക്കരുത്. എന്തായാലും ഉള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടും. നമ്മളിതൊന്നും ആഗ്രഹിച്ചതല്ല, എല്ലാം നമുക്ക് വന്ന് പെട്ട ഓരോ കാര്യങ്ങളാണ്. ആഗ്രഹിച്ചെന്ന് ചോദിച്ചാൽ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ ഇത്ര വലിയൊരു സൗഭാഗ്യങ്ങളൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. ആഗ്രഹിക്കാനുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളല്ലേ കുന്നോളം ആഗ്രഹിച്ച കുന്നിക്കുരോളം കിട്ടുമെന്ന് പറഞ്ഞ മാതിരി എന്താണ് ഓരോന്ന് നമുക്ക് വന്ന് പെടും. അടുത്ത റമദാന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ആർക്കെങ്കിലൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എല്ലാം മാറ്റി തരട്ടെ. കൂടാ. ഓക്കെ, എന്തായാലും നല്ല ദോശ നല്ല മൊരിഞ്ഞിക്കണം കേട്ടോ മക്കളെ. കാണുമ്പോ ഇപ്പോ അങ്ങനെ ചെയ്യാൻ പാടില്ല. പണ്ട് ആൾക്കാർ പറയും ഈ നോമ്പറക്കാൻ നേരത്ത് കുറേ ഈത്തപ്പഴം ഇതൊക്കെ മുമ്പിൽ വെച്ചിട്ട് ആ നേരത്താവും സമയത്തിന്റെ വില മനസ്സിലാവും. 1 മിനിറ്റ് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നല്ല പണിയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ നോമ്പെടുക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ എല്ലാവരുടെയും ചെറുപ്രായത്തിലും ഇപ്പോഴൊക്കെ നടന്നു പോകേണ്ട കാര്യമാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമ്മുടെ ചിരട്ടക്കയിലിന്റെ പവറാണ്. നല്ല ആരെങ്ങനെ വട്ടം വീശിയിട്ട് പപ്പം ചൂടാ കണ്ടോ. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ ഈ പെരേന്ന് പോയതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മിസ്സായത് നമ്മുടെ ഈ കിണറ്റിലെ വെള്ളമാണ്. ശരിയാ. കാരണം ഈ ഒരു ടേസ്റ്റ് വെള്ളം നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടാകും. നമ്മൾ ഒന്നും പറയല്ല, കാരണം എന്താ വെച്ചാൽ സത്യസന്ധമായിട്ട് പറയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വെള്ളം പോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്രിഡ്ജ് യൂസ് ചെയ്യാത്തതുകൊണ്ട് എന്താക്കണം,
വെള്ളം കോരി അത് വരുന്നോക്ക പോടി അവിടെ പോടി മേ അടെന്നാ മതിട്ടോ. പൂച്ചനെ കണ്ടിട്ടാണ്. അതായാലും മുക്കണ കിണറ്റിലത്തെ വെള്ളത്തിന് ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ മുക്കാനിട്ടാണ്. കപ്പയും ഇത് വാങ്ങിയിട്ട് നല്ല കുത്തി മുക്കണം. കുറച്ചുകൂടി എടുത്തോളി. ഞങ്ങളൊക്കെ ഫ്രിഡ്ജിലോട്ടൊക്കെ പോകും തറവാട്ടിലെ പോരി നേരം കൊറേ അയക്കണം കേട്ടോ. അപ്പൊ വാങ്ങ കൊടുക്കൂ സമയത്തിന് നോമ്പ് കുറിക്കാളോ. എന്നാലും ഗൈസ് എത്രയാണെന്നല്ലോ ഇവിടെ നിക്കണില്ല എന്ന് അറിയുമ്പോ ആ ഒരു ഇതുണ്ട് അല്ലേ. ഇത് കഴിഞ്ഞപ്പോ ഞങ്ങൾ തന്നെ പോകണെന്ന് അറിയുമ്പോഴേ നല്ല സുഖം കമ്മിയാണ്. ദോശക്ക് എടുത്തോ ഗൈസ്. നമ്മൾ നോമ്പ് തുറക്ക് ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് ശരിക്കും മണ്ടത്തരാണ് കേട്ടോ. ശരിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരാശരി ഒരു മനുഷ്യനെയും കൂടി തിന്നാൻ പറ്റുന്ന ഇതൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ കുറേ എണ്ണക്കടികളും പലഹാരങ്ങളും കാണുമ്പോൾ ഉണ്ടാക്കി വെക്കുന്നല്ലാതെ ഇതൊന്നും ഒരു മനുഷ്യനും കഴിക്കൂല. ചിലപ്പോൾ ആ ഫസ്റ്റ് കഴിക്കും. ഏത് നമ്മൾ നോമ്പ് തുറക്കാൻ നേരത്ത് നമ്മൾ എണ്ണക്കടി ഒരു സമൂസയും ഒരു ഇതും തിന്നു കഴിഞ്ഞാൽ തന്നെ ഒരു വെള്ളം കുടിച്ചാൽ തന്നെ ഏകദേശം ആയി അല്ലേ. പിന്നെ അത് കഴിയുമ്പോഴാണ് നല്ല ഫുഡ് വരുമ്പോഴേക്കും ഒരു മനുഷ്യനൊന്നും പാടില്ല. അപ്പോഴേക്കും ഗ്യാസ് കുടുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ ഒക്കെ ലളിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ. നമ്മൾ ഒരു എണ്ണക്കടി മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു ചിക്കനും ഒരു തരം ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ, ഒരു തരം വെള്ളം. ഇത് മതി ഒരു നോമ്പ് തുറക്കും. നമുക്ക് ബാക്കിയുള്ള സാധനം ഇപ്പോൾ വാങ്ങാൻ കഴിവില്ലാഞ്ഞിട്ടോ ഒന്നും അല്ല കേട്ടോ. നമ്മൾ ഭക്ഷണത്തിന് നമ്മൾ എന്താക്കുക, നമുക്ക് തിന്നാൻ പറ്റുന്ന സാധനം മാത്രം, കൂടുതലാവരുത്. കുറേ വേസ്റ്റ് ആക്കിയിട്ട് കളയരുത്. കാരണം നോമ്പാവുകൊണ്ട് പിറ്റേ ദിവസം കഴിക്കാനും കൂടി എൻ്റെ കാലത്ത് പിടിക്കല്ലേ, പിറ്റേ ദിവസം കഴിക്കാനും കൂടി ആരും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അത് പിന്നെ വേസ്റ്റായി കളയേണ്ടി വരും. പോയിരിക്കി നോമ്പ് പോയിരിക്കി. എൻ്റെ കുട്ടി ഇരിക്കി, എൻ്റെ കുട്ടിയാണെന്ന് നോമ്പ് വെക്കണത്. പോയിരിക്കി നിങ്ങളിരിക്കി. പഴയ വീട്ടില് നോമ്പ് തുറയുണ്ട്, കാരക്കല്ലാത്തൊരു നോമ്പ് തുറ ഇപ്പത്. അങ്ങനെ ഗൈസ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനെ ഉമ്മ ഉണ്ടാക്കിയ ദോശ ആൻഡ് ചിക്കൻ കാല്, പിന്നെ പൊട്ടിത്തെറിച്ചതിൻ്റെ 2 പീസും കൂടിയുള്ള, ബാക്കിയെല്ലാം നമ്മൾ പൊട്ടിത്തെറിച്ച്. ഓക്കെ, അപ്പം എന്തായാലും നമ്മുടെ തറവാട്ടിലെ ആ കൊച്ചു നോമ്പ് തറി നമ്മളിവിടെ വളരെ ലളിതമായി, വളരെ ലഘുവായി, സിമ്പിളായി കഴിച്ചു അല്ലേ. നോമ്പ് തുറന്നല്ല, ഒരു ദിവസം ഇവിടെ നമ്മൾ നോമ്പ് തുറന്നു. ഓക്കെ, കുറേ ദിവസത്തെ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇവിടെ നോമ്പ് തുറന്നിട്ടില്ല. അപ്പോൾ ഇക്കൊല്ലം ആദ്യമായിട്ട് നോമ്പ് തുറക്കുന്നു, അതും കുട്ടിയായിട്ട്, ഒരാളുടെ അഭാവത്തിൽ പുതിയ ഒരാളായിട്ട് നമ്മൾ നോമ്പ് തുറക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം വേറൊരാളും കൂടി അല്ലേ, അങ്ങനെ ചക്കരയുടെ ഒരാളും കൂടി ഇവിടെ എത്തും. അപ്പോൾ പിന്നെ ഓരോ അംഗങ്ങൾ ഇങ്ങനെ കൂടി വരട്ടെ, എണ്ണം പെട്ടെന്ന് കുറയാതിരുന്നാൽ മതി. എന്തായാലും ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.